ഒന്നാമത്തെ ദിക്ർ ചൊല്ലലാണ്. നമുക്ക് എല്ലാവർക്കും അറിയണ ദിക്റാണ്. തസ്ബീഹ്മാല എടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, അതാണ് ദിക്ർ ചൊല്ലല്. ദിക്ർ ചെയ്യലുണ്ട്. നിസ്കാരം ദിക്റാണ്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞ നിസ്കാരം ദിക്റാണ്. നോമ്പ് ദിക്റാണ്. അതൊക്കെ ദിക്ർ ചെയ്യലാണ്. ദിക്ർ ചിന്തിക്കലുണ്ട്. ഏതെങ്കിലും ഒരു ചിന്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെ ദിക്ർ എന്നാണ് പറയാ. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, ഒരു സാഅത്ത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ദലാണ് എന്നുണ്ട്. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ദലാണ് എന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന അതും ദിക്റാണ്. പിന്നൊരു ദിക്റുണ്ട്, ദിക്റിനെ കുറിച്ചുള്ള പഠനമാണ്. പിന്നൊരു ദിക്റുണ്ട്, ദിക്റിനെ കുറിച്ചുള്ള പറയലാണ്. അതിൽ ദിക്ർ പറയുക എന്നതിലാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയൽ ഉൾപ്പെടുന്നത്. അവിടെ ദിക്റിന് 2 മാനുണ്ട് എന്നാണ്. ഒന്ന് ദിക്റുൽ അംബിയാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ പേര് പറയാ. ദിക്റുസ് സ്വാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പേര് പറയാ. വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ തസ്ബീഹ്മാല എടുത്തിട്ട്, തസ്ബീഹ്മാല എടുക്കണം എന്നില്ല, എടുത്താൽ നല്ലതാണ്. സീമാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് തസ്ബീഹ്മാല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ അടയാളം തസ്ബീഹ്മാല, തൊപ്പി, അതൊക്കെ അഹ്ലുസുന്നയുടെ സീമ ആണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ്മാല ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുവാകുന്നു എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് 2 കാര്യങ്ങളെന്നാണ്. ഒന്ന്, തസ്ബീഹ്മാല കയ്യിലുണ്ടെങ്കിൽ ദിക്റിനെ ഓർമ്മ വരും എന്നതും, രണ്ടാമത്തെ തസ്ബീഹ്മാല കയ്യിലുണ്ടെങ്കിൽ മൗത്തിനെ ഓർമ്മ വരുമെന്നും. 2 ഓർമ്മപ്പെടുത്തൽ തസ്ബീഹ്മാല ചെയ്യുമെന്നാണ്. 3 സാധനങ്ങൾ എല്ലാവർക്കും വേണമെന്നാണ് സാധാരണ പറയൽ ഉസ്താദന്മാരൊക്കെ. 3 സാധനം എല്ലാവർക്കും വേണം. ഒന്ന്, സ്വന്തമായിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ്. ഓതാൻ വയ്യാത്തവർക്കും വേണം, വെറുതെ എടുത്ത് മറിച്ചു വെക്കാന്. മുസാഫിക്ക് നോക്കിയാലും കൂലിട്ടും, ഓതിയാല് വേറെയും കൂലിട്ടും. നോക്കി ഓതിയാൽ 2 കൂലിട്ടും. നോക്കിയതിന്റെ കൂലിയും കിട്ടും, ഓതിയതിന്റെ കൂലിയും കിട്ടും. ഹിഫ്ള് ഉള്ള ആൾക്കാർ ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാണാതെ ഓതണം. യാസീനൊക്കെ കാണാതെ ഓതണം, ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഹിഫ്ള് ഉള്ളവരും ഹിഫ്ള് ഇല്ലാത്തവരും ഇടക്കൊക്കെ ഒന്ന് നോക്കി ഓതണം, നോക്കിയതിന്റെ കൂലി വേറെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓതാൻ അറിയണവർക്കും ഓതാൻ അറിയാത്തവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. ലേശം വലിയ എഴുത്തുള്ളതായാല് ഇടക്ക് കണ്ണടല്ലാതെ നോക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും വേണ്ട ഒരു സാധനം ഒരു തസ്ബീഹ്മാലയാണ്. കൊണ്ടടക്കണമെന്ന് ഞാൻ പറയണില്ല, കൊണ്ടടന്നാൽ വളരെ ഉഷാറായി. അല്ലെങ്കിൽ ആണിമ തൂക്കലും വേണം. ദണ്ണത്ത് കിടക്കുമ്പോ പനിയായിട്ട് നീച്ചാൻ വെച്ച് അത് അടക്കുമ്പോ ഏടി എൻ്റെ ആ തസ്ബീഹ് എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം ആണിമ തൂങ്ങണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു തസ്ബീഹ്മാല വേണമെന്നാണ്. ഉരുണ്ട മണിയുള്ളതാണ് നല്ലത്, അതാണ് ചെല്ലാൻ സുഖമുള്ളത്. ഉരുണ്ട മണിയുള്ളത്, പരന്ന മണിയൊക്കെ ഉള്ളതുണ്ട്, ഉരുണ്ടതാ നല്ലത്. 101 മണിയുള്ളത്, 99ഉം പിന്നെ 33ന്റെ അവിടെ അടയാളത്തിനുള്ള 2 എണ്ണവും. അപ്പൊ 33, 99, 2 101 മണിയുള്ളത്. 100 മണിയുള്ളതും ഉണ്ട്. അത് നമ്മളതല്ല. തസ്ബീഹ്മാല നമ്മക്ക് മാത്രമൊന്നല്ല, ക്രിസ്ത്യാനികൾക്കും ഉണ്ട്, ബുദ്ധന്മാർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് വാങ്ങണം. 101 മണിയുള്ളത് ആണിമ തൂങ്ങണം. പിന്നെ വേണ്ട എന്താ വെച്ചാല്, ഒന്നെങ്കിൽ ഒരു ടവല്, അല്ലെങ്കിൽ ഒരു തൊപ്പി, അല്ലെങ്കിൽ ഒരു തലയെക്കെട്ട്, എന്തെങ്കിലും ഒരു സാധനം അരയിൽ വെച്ചാൽ മതി. മരിച്ചോടത്തേക്ക് യാസീൻ ഓതുമ്പെടുത്ത് തലയിലിടുക. എപ്പോഴും തലയിലിടണമെന്ന് പറയാൻ ബോധിയില്ലായിട്ടല്ല, പക്ഷെ പറയണില്ല, പ്രായോഗിക അല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അരയിലുണ്ടായിക്കോട്ടെ. മയ്യത്ത് കരിച്ചുമ്പോ തലയെടുത്തിടണം, മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോ തലയിലെടുത്തിടണം. അപ്പൊ 3 സാധനം എല്ലാവർക്കും വേണം. ഒന്ന്, സ്വന്തമായിട്ടൊരു മുസാഫ്, ഒരു തസ്ബീഹ്മാല, പിന്നെ ഒരു തലമറക്കാൻ ഒരു ടവ്വലോ തൊപ്പിയോ എന്തെങ്കിലും ഒരു സംഗതി. അപ്പൊ സീമാഉ അഹ്ലുസുന്നയാണ് തസ്ബീഹ്മാല. അപ്പൊ തസ്ബീഹ്മാല അങ്ങനെ എടുത്തിട്ട് വെറുതെ ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചെല്ലിയ കൂലിട്ടു.
ദിക്റുൽ അംബിയാ എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ വിശദീകരണം ഐ ദിക്റു അസ്മാഇഹിം, ആ അമ്പിയാക്കളുടെ പേര് പറയുക എന്നതാണ്. 25 അമ്പിയാക്കളുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 25 അമ്പിയാക്കളുടെ പേര് പഠിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, പഠിച്ചേ മതിയാവും. ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മായിലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുത്തദ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസർ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ ലൂത്തും വ ഇസ്മായിലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുത്തദ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസർ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം. അപ്പൊ വെറുതെ അങ്ങനെ സ്വാലിഹീങ്ങളുടെ അമ്പിയാക്കളുടെ പേര് പറ. ഇതുപോലെ ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം സ്വാലിഹീങ്ങളുടെ പേര് പറയല. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ തസ്ബീഹ്മാലെടുത്തിട്ട് മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടും. പി പി തങ്ങൾ പാപ്പ, പി പി തങ്ങൾ പാപ്പ വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. വെളിയങ്കോട് മർക്കാദി, വെളിയങ്കോട് മർക്കാദി. ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞതിലെ ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയലാണ്. അലിഫൻ സുബൈറുൻ യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനും വഉ ബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ പേര് പറയണത്? പേര് പറയുമ്പോൾ താരീഖ് ഓർമ്മ വരുമെന്നാണ്. ദിക്റിലെ രണ്ടാമത്തേത് താരീഖ് പറയലാണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്കെന്നാല് ഖത്തീബ് മുടങ്ങാതെ 4 ആൾക്കാരെ പേര് പറയും. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് 4 ആളെ പേര് പറയും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് അഫ്ദലുൽ അംബിയാഇ അലത്ത അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അലത്ത ഹഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 ആൾക്കാരെ പേര് പറയും. എന്തിനാ 4 ആൾക്കാരെ പേര് പറഞ്ഞത്? പേരിങ്ങനെ പറയുമ്പോ ആ 4 ആൾക്കാരെ താരീഖ് കൽബിക്കൊണ്ട് വരും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ താരീഖ് കൽബിലേക്ക് വരും. ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ പോയത്, സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ പോയത്, മുത്തുനബി ഹിജറ പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ പോയത്, അതൊക്കെ അങ്ങോട്ട് കൽബിക്കൊണ്ട് വരണം.